ഐക്യ കേരളത്തിന് ശേഷം 1957-ലും 1960-ലും നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇന്നത്തേതിൽ നിന്നും തികച്ചും വ്യത്യസ്തവും ഏറെ സവിശേഷതകൾ ഉള്ളതും കൂടിയായിരുന്നു. ആകെ 114 നിയമസഭാ മണ്ഡലങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ MLA-മാരാകട്ടെ 126 പേർ ഉണ്ടായിരുന്നു. ഇതെന്തെന്ന് വെച്ചാൽ അന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ ഇന്നത്തെ പോലെ സംവരണ മണ്ഡലത്തിൽ നിന്നും ഒരാളെ മാത്രമല്ല തെരഞ്ഞെടുത്തിരുന്നത്, മറിച്ച് സംവരണ മണ്ഡലത്തിൽ നിന്നും സംവരണ വിഭാഗത്തിൽപ്പെട്ട ഒരാളെയും പൊതുവിഭാഗത്തിൽപ്പെട്ട ഒരാളെയുമാണ് തെരഞ്ഞെടുത്തിരുന്നത്. ഇങ്ങനെയുള്ള 12 ദ്വയാംഗ മണ്ഡലങ്ങളും 102 ഏകാംഗ മണ്ഡലങ്ങളുമായിരുന്നു 1957-ലെയും 1960-ലെയും കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നത്. ഉദാഹരണത്തിന് കേരളത്തിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രിയായിരുന്ന സഖാവ് EMS നമ്പൂതിരിപ്പാട് ഇന്നത്തെ കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരം സംവരണ മണ്ഡലത്തിൽ നിന്നാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. സംവരണ വിഭാഗത്തിന്റെ പ്രതിനിധിയായി ഈ മണ്ഡലത്തിൽ നിന്ന് തന്നെ കല്ലാളൻ വൈദ്യനും തെരഞ്ഞെടുക്കപ്പെട്ടു. രണ്ടുപേരും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ സ്ഥാനാർത്ഥികളായിരുന്നു. സംവരണ മണ്ഡലത്തിലെ തിരഞ്ഞെടുപ്പും വിജയികളെ നിശ്ചയിക്കുന്നതും ഒരു പ്രത്യേക രീതിയിലായിരുന്നു. മണ്ഡലത്തിലെ ഓരോ വോട്ടർക്കും 2 വോട്ടുകൾ വീതമുണ്ടായിരുന്നു. വോട്ടർമാർക്ക് തങ്ങളുടെ 2 വോട്ടുകളും 2 വ്യത്യസ്ത സ്ഥാനാർത്ഥികൾക്കായി രേഖപ്പെടുത്താമായിരുന്നു. എന്നാൽ 2 വോട്ടും ഒരാൾക്ക് തന്നെ നൽകാൻ പാടില്ലായിരുന്നു. അങ്ങനെ ചെയ്താൽ 1 വോട്ട് മാത്രമേ സാധുവായി കാണുകയുള്ളൂ. വോട്ടെണ്ണിക്കഴിഞ്ഞാൽ വിജയികളെ തീരുമാനിക്കുന്നത് വോട്ടിന്റെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരുന്നില്ല, മറിച്ച് സംവരണ നിയമങ്ങൾ പാലിച്ചുകൊണ്ടായിരുന്നു. സംവരണ മണ്ഡലത്തിൽ മത്സരിച്ച എല്ലാ സ്ഥാനാർത്ഥികളിലും ഏറ്റവും കൂടുതൽ വോട്ട് ലഭിച്ച ആളെ ആദ്യ വിജയിയായി പ്രഖ്യാപിക്കും. ബാക്കിയുള്ള എല്ലാ സ്ഥാനാർത്ഥികളിലും സംവരണ വിഭാഗത്തിൽ തോറ്റവർ ഉൾപ്പെടെ ഏറ്റവും കൂടുതൽ രണ്ടാമത് വോട്ട് ലഭിച്ച ആളെ പൊതു സീറ്റിൽ വിജയിയായി പ്രഖ്യാപിക്കും. ഇങ്ങനെ വരുമ്പോൾ രണ്ടാമത് ഏറ്റവും കൂടുതൽ വോട്ട് ലഭിച്ചത് ഒരു സംവരണ വിഭാഗക്കാരനാണെങ്കിൽ അദ്ദേഹം ജനറൽ സീറ്റിൽ വിജയിക്കാൻ സാധ്യത ഉണ്ടായിരുന്നു. അതായത് ഒരു ദ്വയാംഗ മണ്ഡലത്തിൽ നിന്നും 2 സംവരണ വിഭാഗക്കാർ ഒരേ സമയം വിജയിക്കാൻ സാധ്യത ഉണ്ടായിരുന്നു എന്നാണ്. 1961-ലെ 2 മെമ്പർ കോൺസ്റ്റിറ്റ്യുവൻസീസ് അബോളിഷൻ ആക്ട് പ്രകാരം ഈ രീതി നിർത്തലാക്കുകയും ദ്വയാംഗ മണ്ഡലങ്ങൾക്ക് പകരം ഏകാംഗ മണ്ഡലങ്ങൾ വരികയും ചെയ്തു.